ഹായ് ഫ്രണ്ട്സ്, തീരസമതലങ്ങൾ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ട് നമുക്ക് അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ. അതിൽ തീരസമതലത്തെക്കുറിച്ച് സ്കൂൾ ടെക്സ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതും സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനകത്ത് തീരസമതലത്തെക്കുറിച്ച് പറയുന്ന പോയിൻറ്റ്സ് ആദ്യം ഒന്ന് നോക്കാം. തീരസമതലം. നമ്മുടെ തീരസമതലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് പശ്ചിമഘട്ടത്തിൻ്റെയും അറബിക്കടലിൻ്റെയും ഭാഗത്തായിട്ട്, പശ്ചിമഘട്ടത്തിൻ്റെയും അറബിക്കടലിൻ്റെയും ഭാഗത്തായിട്ട്, അതായത് രണ്ടിനും ഇടയിൽ കാണപ്പെടുന്നതിന് നമ്മൾ പശ്ചിമ തീരസമതലമെന്നും, എന്നാൽ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നതിനെ പൂർവ്വതീരമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഈ രണ്ട് തീരമാണ് നമുക്കുള്ളത്, അതായത് പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയുള്ളത്. അവിടെ ഓർമ്മിക്കേണ്ടത് ഗുജറാത്താണ് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ തീരപ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പശ്ചിമ തീരം, പൂർവ്വതീരം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം, കിഴക്കൻ തീരം. അപ്പോൾ പലപ്പോഴും പശ്ചിമവും പൂർവ്വവും നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. അവിടെ മനസ്സിലാക്കിയിരിക്കുക, പടിഞ്ഞാറാണ് പശ്ചിമം. പടിഞ്ഞാറിനെ പറയുന്ന പേരാണ് ഏത്? പശ്ചിമം. ഈ ഭാഗത്ത്. കാരണം നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടം ഇപ്പുറത്തെ ഭാഗത്താണല്ലോ. ഈ ഭാഗത്താണ് നമ്മുടെ പശ്ചിമഘട്ടം വരുന്നത്. അതായത് പടിഞ്ഞാറ് ഭാഗത്തെയാണ് നമ്മൾ പശ്ചിമം എന്ന് വിളിക്കുന്നത്. മാറിപ്പോകരുത്. അടുത്തത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് ഇതാണ് നമ്മുടെ പൂർവ്വതീരം. അപ്പോൾ ഇവിടെ പശ്ചിമം പൂർവ്വം എന്ന വാക്കും ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് എന്ന വാക്കും ചോദിക്കാം. രണ്ടും പരസ്പരം മാറിപ്പോകരുത്. ഈ ഭാഗത്തെ നമ്മൾ പടിഞ്ഞാറ് അല്ലെങ്കിൽ പശ്ചിമം, ഇതാണെങ്കിലോ കിഴക്ക് അല്ലെങ്കിൽ പൂർവ്വം എന്നിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഗുജറാത്തിൻ്റെ ഭാഗം മുതൽ ഈ തെക്ക് ഭാഗം വരെ വരുന്നുണ്ട്. കന്യാകുമാരിയുടെ ഇങ്ങ് തെക്കറ്റം വരെ വരുന്നുണ്ട് പശ്ചിമതീരം. അത് കഴിഞ്ഞിട്ട് പൂർവ്വതീരം എന്ന് പറയുമ്പോൾ ഈ പശ്ചിമ ബംഗാളിലെ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റയുടെ ആ ഭാഗം മുതൽ ഇങ്ങ് തെക്കറ്റം വരെ വരുന്നതാണ് നമ്മുടെ പൂർവ്വതീരം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായി തിരിക്കാം. പ്രധാനമായിട്ടും തീരസമതലത്തെ പശ്ചിമ തീരം, പൂർവ്വതീരം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം, കിഴക്കൻ തീരം എന്നിങ്ങനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നതാണ് ഏത്? പശ്ചിമതീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ഏത്? പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ. നമ്മൾ പശ്ചിമഘട്ടം പഠിക്കുമ്പോഴും അത് തന്നെയാണ്. ഗുജറാത്തിലെ താപ്തി തടം അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് തന്നെയാണ് നമ്മൾ അവിടെയും പറയുന്നത്. ഗുജറാത്തിലെ താപ്തി തടം മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് ഏതുള്ളത്? പശ്ചിമഘട്ടമുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങ് തെക്കേ കന്യാകുമാരി വരെ ഉള്ളത് തന്നെയാണ് പടിഞ്ഞാറൻ തീരം. അടുത്ത താരതമ്യേന വീതി കുറവാണ്. ഇത് പശ്ചിമം. ഇപ്പുറത്തെ സൈഡ് വീതി കുറവാണ്. ഓക്കെ. അടുത്ത് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരം എന്നിങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഏതാണ്? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ തീരം. ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഈ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചോ. ഈ ഭാഗത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സൈഡ് ഏത് കടലാണ്? അറബിക്കടൽ. ഈ സൈഡ് ഏത് മലനിരകളാണ്? പശ്ചിമഘട്ടം. അപ്പോൾ ഈ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളാണ് അത്രയും. ഇനി അടുത്ത് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ. അടുത്ത മൂന്നാമത്തെ പോയിന്റ്സ് ആയിരുന്നു താരതമ്യേന വീതി കുറവെന്ന് പറയുമ്പോൾ ഈ കിഴക്കൻ തീരത്ത് കാണുന്നതിനേക്കാളും വീതി താരതമ്യേന കുറവാണ്. കിഴക്ക് ഭാഗത്ത് ഒരുപാട് ഏരിയ കാണുന്നുണ്ട് തീരസമതലം, പക്ഷേ പടിഞ്ഞാറ് അല്പം കുറവാണ്. അപ്പോൾ താരതമ്യേന വീതി കുറവാണ്.
അടുത്തതായിട്ട് പറയുന്നത് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. നമ്മുടെ തീരസമതലത്തെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും. പശ്ചിമ തീരമെന്നും പൂർവ്വ തീരം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരമെന്നും കിഴക്കൻ തീരമെന്നും പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പശ്ചിമ തീരത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് തിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗുജറാത്ത് തീരം. ഗുജറാത്ത് സംസ്ഥാനം മാത്രമായിട്ട് ഉൾപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗുജറാത്ത് തീരം. ഗുജറാത്ത് ഉൾപ്പെടുന്നതാണ് ഏതോ ഗുജറാത്ത് തീരം എന്നാണ് അതിനെ വിളിക്കുക, ഗുജറാത്ത് തീരം. അടുത്തതാണ് കൊങ്കൺ തീരം. കൊങ്കൺ തീരം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഗുജറാത്തിന് താഴെ മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, അതിന് താഴെ കർണാടകയുണ്ട്. ഈ കർണാടകയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്, വടക്കൻ കർണാടക എന്നും തെക്കൻ കർണാടക എന്നും. ഓക്കെ, വടക്കൻ കർണാടക എന്നും തെക്കൻ കർണാടക എന്നും. ഇതിൽ വടക്കൻ കർണാടകയുടെ ഭാഗം മുതൽ മുകളിലോട്ട്, വടക്കൻ കർണാടകയുടെ ഭാഗം മുതൽ മുകളിലോട്ടാണ് നമുക്ക് കൊങ്കൺ തീരം ആവശ്യം. നോർത്തേൺ കർണാടക, സദേൺ കർണാടക. അപ്പോൾ നമുക്കിവിടെ വടക്കൻ കർണാടക വരുന്നുണ്ട്, ഗോവ വരുന്നുണ്ട്, മഹാരാഷ്ട്ര വരുന്നുണ്ട്. ഇവ മൂന്നും ചേർത്ത് വിളിക്കുന്ന പേരാണ് കൊങ്കൺ തീരം. ഒന്നുകൂടെ, കർണാടകയെ രണ്ടായി തിരിച്ചു, വടക്കൻ കർണാടക, തെക്കൻ കർണാടക. അതിൽ വടക്കൻ കർണാടകയും അതിന് തൊട്ട് മുകളിലുള്ള ഗോവയും അതിൻ്റെ മുകളിലുള്ള മഹാരാഷ്ട്രയും ഉൾപ്പെടെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ തീരം. ഗുജറാത്ത് മാത്രം അറിയപ്പെടുന്നത് ഗുജറാത്ത് തീരം. തൊട്ട് താഴെ മഹാരാഷ്ട്രയും അതിന് തൊട്ട് താഴെ ഗോവയും അതിന് താഴെ കർണാടകയുടെ വടക്കൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് ഏതാ കൊങ്കൺ തീരം. ലാസ്റ്റ് കേരളം വരുന്നുണ്ട്, അതിനോടൊപ്പം തെക്കൻ കർണാടകയും കൂടെ ഉൾപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് മലബാർ തീരം. തെക്കൻ കർണാടകയും കേരളവും ഉൾപ്പെടുന്നതാണ് ഏത് മലബാർ തീരം. ഓക്കെ, അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ തീരത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗുജറാത്ത് സംസ്ഥാനം വരുന്നുണ്ട്. കൊങ്കൺ എന്ന് പറയുമ്പോഴോ ഗുജറാത്തിന് താഴെയുള്ള മഹാരാഷ്ട്ര, ഗോവ, വടക്കൻ കർണാടക ഉൾപ്പെടുന്നു. പക്ഷേ തെക്കൻ കർണാടകയോ കേരളവും കൂടെ ചേർന്നിട്ട് മലബാർ തീരം. ഇനി അടുത്തതിലോട്ട് നോക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. കായലുകളും അഴിമുഖങ്ങളും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആലപ്പുഴയൊക്കെ പോലുള്ള ഭാഗങ്ങളൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ നമ്മുടെ വേമ്പനാട്ട് കായലുകളൊക്കെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നോ. ഇതെല്ലാം നമുക്ക് ഈ സൈഡിലാണെന്ന് ഓർമ്മിക്കുക. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ടോ? അപ്പോൾ ക്ലിയർ ആണല്ലോ. പശ്ചിമ തീരം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. അടുത്ത താരതമ്യേന വീതി കുറവ്. അടുത്ത ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഇതെങ്ങനെ മൂന്നായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അടുത്ത കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പൂർവ്വ തീരസമതലം അല്ലെങ്കിൽ കിഴക്കൻ സമതലം. ഓക്കെ, കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ബംഗാൾ ഉൾക്കടൽ, ഇത് പൂർവ്വഘട്ടം. ഓക്കെ, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് മുതൽ ഏത് വരെ ആയിരിക്കാം? നമുക്ക് കാണുമ്പോഴേ അറിയാം. പശ്ചിമ ബംഗാളിൻ്റെ സൈഡിൽ സുന്ദർബൻ ഡെൽറ്റയുടെ ആ സൈഡ് മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കും. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇതിൻ്റെ വ്യാപിച്ചിരിക്കുന്നത്. അടുത്ത വീതി താരതമ്യേന കൂടുതലാണ്. കുറച്ച് മുന്നേ പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വീതി കുറവാണ്, അപ്പോൾ കിഴക്ക് ഭാഗത്ത് വീതി കൂടുതലാണ്. കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാർസ് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട് ഉത്കൽ. അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് പഠിച്ചോളൂ. കാരണം നമുക്ക് പലപ്പോഴും PSC റാങ്ക് ഫയലിൽ അല്ലെങ്കിൽ PSC പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആവശ്യമുണ്ട് ഉത്കൽ. ഓക്കെ, ഒഡീഷ്യൻ തീരത്തെ സെപ്പറേറ്റ് അറിയപ്പെടുന്ന പേരാണ് കേട്ടോ ഉത്കൽ. ഒഡീഷ്യൻ തീരത്തിൻ്റെ ഭാഗമാണ് ഉത്കൽ. അതായത് ഉത്കലിൻ്റെ ഭാഗമാണ് ഒഡീഷ്യൻ തീരമെന്ന് പറയാം. ഒഡീഷയുടെ പല ഭാഗങ്ങളും ഏതിൽ ഉൾപ്പെടുന്നു? ഉത്കലിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അത് പറയാം ഒന്നുകൂടെ. കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ്, അതുപോലെ തന്നെ ഉത്കൽ തീരം എന്നിങ്ങനെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പോൾ പശ്ചിമ ദിക്കിലെ പടിഞ്ഞാറ് ഭാഗത്ത് മൂന്നെണ്ണം. ഏതൊക്കെ? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഗുജറാത്ത് വേറെ, കൊങ്കൺ, മലബാർ. കിഴക്ക് സൈഡിലോ ഒന്ന്, നമ്മളെ ഏറ്റവും താഴെ തെക്കെന്ന് സ്റ്റാർട്ട് ചെയ്യാം. തമിഴ്നാടിൻ്റെയൊക്കെ ഭാഗത്ത് കോറമാൻഡൽ, അതിൻ്റെ മുകളിൽ വടക്കൻ സിർക്കാസ്, അതിൻ്റെ മുകളിൽ ഉത്കൽ. അത് ഞാനിപ്പോൾ ഭൂപടത്തിൽ തന്നെ കാണിച്ചുതരാം. നമുക്കിപ്പോൾ തമിഴ്നാടിൻ്റെ തൊട്ട് മുകളിലുള്ള സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിനെ രണ്ടായിട്ട് തിരിക്കുന്നു. നമ്മളുടെ കർണാടകയെ രണ്ടായിട്ട് തിരിച്ചില്ലേ?
കർണാടകയെ രണ്ടായിട്ട് തിരിച്ചിട്ട് വടക്കൻ കർണാടക തെക്കൻ കർണാടക എന്ന് പറയുന്നതുപോലെ ആന്ധ്രാപ്രദേശിനെയും വടക്കൻ ആന്ധ്ര തെക്കൻ ആന്ധ്ര എന്നിങ്ങനെ തിരിക്കുന്നുണ്ടോ. വടക്കൻ ആന്ധ്ര എന്നും തെക്കൻ ആന്ധ്ര എന്നും. അപ്പോൾ തെക്കൻ ആന്ധ്രയും തമിഴ്നാടും വരുന്നതിന് വിളിക്കുന്ന പേരാണ് കോറമാൻഡൽ. തമിഴ്നാടിനെയും തെക്കൻ ആന്ധ്രയും വിളിക്കുന്ന പേരാണ് കോറമാൻഡൽ. തമിഴ്നാടും തെക്കൻ ആന്ധ്രയും കോറമാൻഡൽ. മുകളിലോട്ടുള്ളതെല്ലാം ചേർത്ത് പറയുന്ന പേര് വടക്കൻ സിർക്കാസ്. മുകളിലോട്ടുള്ളതെല്ലാം ഒറ്റ പേര് വടക്കൻ സിർക്കാസ്. ഏതൊക്കെ? ആന്ധ്രാപ്രദേശിൻ്റെ നോർത്ത് സൈഡ്, വടക്കൻ സൈഡ്. അപ്പോൾ വടക്കൻ ആന്ധ്ര, അതിൻ്റെ മുകളിൽ ഒഡീഷ, അതിൻ്റെ മുകളിൽ പശ്ചിമ ബംഗാൾ. അപ്പോൾ വടക്കൻ ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയായിരുന്നു? വടക്കൻ ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ. എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇത് വടക്കൻ സിർക്കാസ്. ഉത്കൽ എന്നറിയപ്പെടുന്ന ഒഡീഷയാണ്. ഉത്കൽ എന്നറിയപ്പെടുന്ന ഒഡീഷയുടെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോറമാൻഡൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാടും തെക്കൻ ആന്ധ്രയും. അടുത്ത വടക്കൻ സിർക്കാസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ വടക്കൻ ആന്ധ്രയും മുകളിലോട്ടുള്ള ഭാഗം അത്രയും. പിന്നെ ഉത്കൽ എന്ന് പറഞ്ഞാൽ ഒഡീഷയുടെ ഭാഗം. ഇനി അടുത്ത ലാസ്റ്റത്ത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് വളരെ സിമ്പിളാണ്. കാരണം പശ്ചിമ ബംഗാൾ എന്ന് കേൾക്കുമ്പോഴേ സുന്ദർബൻ ഡെൽറ്റ മനസ്സിൽ ഓർമ്മ വരും, അല്ലെങ്കിൽ സുന്ദരവന പ്രദേശം എന്ന് കേൾക്കുമ്പോഴേ സുന്ദർബൻ ഡെൽറ്റ ഓർമ്മ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ തീരസമതലങ്ങൾ. പടിഞ്ഞാറുമുണ്ട്, കിഴക്കുമുണ്ട്. അടുത്തതായിട്ട് തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമാണുള്ളത്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകളെല്ലാം ഈ മണ്ണിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. തീരസമതലത്തിലെല്ലാം കൂടുതലും കാണുന്നത് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണുന്നത് ഉത്തര മഹാസമതലത്തിൽ. ഇന്ത്യയുടെ പ്രധാന മണ്ണിനുമേ എക്കൽ മണ്ണാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോഴേ നദികൾ കൊണ്ടുവന്ന മണ്ണ് നിക്ഷേപിച്ചുണ്ടായതാണ്. അപ്പോൾ തീരത്തും ഇത് തന്നെയാണ് സംഭവിക്കുക, മണ്ണ് നിക്ഷേപിച്ചുണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ തീരദേശത്തുള്ള എക്കൽ മണ്ണ് ഉണ്ട്. നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ എക്കൽ മണ്ണുണ്ട്. ഈ തീരദേശത്തിലെ എക്കൽ മണ്ണാണ് നമ്മളിപ്പോൾ പറഞ്ഞ പശ്ചിമം പൂർവ്വം ഈ പറയുന്ന ഭാഗത്തെല്ലാം ഉള്ളത്. കൂടുതലും തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗത്ത് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള മണ്ണ് ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. അപ്പോൾ തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകളെല്ലാം ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇതിൽ നെല്ലൊക്കെ കൂടുതലും കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗത്തെല്ലാം നെല്ല് കൂടുതൽ കാണപ്പെടുന്നത്. തീരസമതലത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തെങ്ങെന്ന് തന്നെ പറയാം. എങ്കിലും രണ്ടും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തെങ്ങുമുണ്ട്, നെല്ലുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ തീരസമതലങ്ങളിലുമെല്ലാം തന്നെ ഈ നെല്ലും തെങ്ങും ഒക്കെ ഉള്ളതെന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ രണ്ട് ഭാഗത്തും എക്കൽ മണ്ണുണ്ട്. എങ്കിലും എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഏതാണ്? ഉത്തര മഹാസമതലം. അത് മാറിപ്പോരുത്. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. തീരദേശത്തും ഏതുണ്ട്? എക്കൽ മണ്ണ്. തീരദേശത്തും ഏതുണ്ട്? എക്കൽ മണ്ണ്.